സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറാണെന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത UAE. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുകയാണ് UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ്. പശ്ചിമേഷ്യയിൽ സമാധാനവും നീതിയും നിലനിൽക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നിർദ്ദേശം നടപ്പാക്കാനാണ് അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വരേണ്ടതെന്നും ഷെയ്ഖ് അബ്ദുള്ള പറഞ്ഞു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ഫോണിൽ ചർച്ച നടത്തി. ഇറാൻ ആണവ ചർച്ചയുടെയും ഗസ മധ്യസ്ഥ ശ്രമങ്ങളുടെയും വിശദാംശങ്ങൾ ചർച്ചയായി. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഖത്തറിന്റെ ശ്രമങ്ങളും പ്രതിബദ്ധതയും തുടരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി വ്യക്തമാക്കി. സൗദിയിലെ റിയാദിൽ ഓഫീസുകളുടെ വാടക നിരക്ക് 10% വർദ്ധിച്ചു. ആവശ്യക്കാർ ഏറിയതും വിദേശ നിക്ഷേപ സാധ്യത വർദ്ധിച്ചതും നിരക്കുയരാൻ കാരണമായി. ഈ വർഷത്തെ രണ്ടാം പാദത്തിലേതാണ് കണക്ക്. തലസ്ഥാന നഗരമായ റിയാദിലാണ് ഓഫീസുകളുടെ വാടക നിരക്ക് വർദ്ധിച്ചത്. 10%-ാണ് വർധന. ഈ വർഷത്തെ രണ്ടാം പാദത്തിലേതാണ് കണക്ക്. നിരവധി കാരണങ്ങളുടെ ഫലമായാണ് നിരക്കിലെ വർധന. പ്രധാന കാരണങ്ങൾ ഇപ്രകാരമാണ്. ഗ്രേഡ് A അഥവാ ഉയർന്ന നിലവാരമുള്ള ഓഫീസുകൾ ഉപയോഗിക്കുന്നവരുടെ നിരക്ക് 98%-ായി വർദ്ധിച്ചു. 1000 ചതുരശ്ര മീറ്ററിന് മുകളിലുള്ള വലിയ ഓഫീസ് സ്പേസുകൾക്ക് ആവശ്യക്കാരേറി. 50%-ായാണ് ആവശ്യക്കാരുടെ വർധന. ശക്തമായ GDP വളർച്ച, വിദേശ നിക്ഷേപകർക്കുള്ള ആകർഷണങ്ങൾ, US, UK കമ്പനികളുടെ റിയാദിലേക്കുള്ള വ്യാപനം, ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഷുറൻസ് എന്നീ മേഖലയിലെ സ്ഥാപനങ്ങളുടെ വളർച്ച, ആഗോള കമ്പനികളുടെ ആസ്ഥാനം റിയാദിലേക്കാക്കണമെന്ന നിയമം തുടങ്ങിയവയുടെ ഭാഗമായാണ് നിരക്കിലെ ഉയർച്ച. റിയാദിലെ റിയൽ എസ്റ്റേറ്റ് വിപണി വികസിച്ചുവെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. സൗദിയിൽ വിദേശികൾക്ക് ഭൂമി വാങ്ങാൻ അവസരം ഒരുക്കുന്ന നിയമത്തിന് രൂപരേഖയായി. അടുത്ത വർഷം ആദ്യത്തോടെ പ്രാബല്യത്തിൽ വരും. മക്ക, മദീന പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങുന്നതിന് വിദേശികൾക്ക് അനുമതി ഉണ്ടാകില്ല. നിയമാനുസൃതമായി താമസിക്കുന്ന വിദേശികൾക്കും നിക്ഷേപകർക്കും വിദേശ കമ്പനികൾക്കുമാണ് അവസരമൊരുക്കുന്നത്. 2025 ജൂലൈ 8 മന്ത്രിസഭ അംഗീകരിച്ച നിയമം അടുത്ത വർഷം ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും. 15 വകുപ്പുകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമം. ഇത് പ്രകാരം സൗദിയിൽ ചില പ്രദേശങ്ങളിൽ ഭൂമി വാങ്ങിക്കുന്നതിനും ഉടമസ്ഥാവകാശങ്ങൾ നേടുന്നതിനും അവസരം ലഭിക്കും. ഏതെല്ലാം പ്രദേശങ്ങളിൽ ഭൂമി കൈവശപ്പെടുത്താൻ കഴിയുമെന്നും ഉപയോഗിക്കാവുന്ന കാലാവധിയും മന്ത്രിസഭ തീരുമാനിക്കും. മക്ക, മദീന എന്നിവിടങ്ങളിൽ വിദേശികൾക്ക് ഭൂമി വാങ്ങാൻ അനുവാദമില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എംബസികൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക കെട്ടിടങ്ങളും വസതികളും സ്വന്തമാക്കാം. ഇടപാടുകളുടെ മൂല്യത്തിൽ 5% ഫീസായി നൽകണം. തെറ്റായ വിവരങ്ങൾ നൽകി ഭൂമി സ്വന്തമാക്കിയാൽ 10 മില്യൺ റിയാൽ വരെ പിഴ ഒടുക്കേണ്ടി വരും. നിയമത്തിന്റെ പൂർണ്ണരൂപം 180 ദിവസത്തിനകം തയ്യാറാക്കി പ്രഖ്യാപിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിൽ പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ജനറൽ ഫാർമസികളിലും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും 35%, ആശുപത്രി ഫാർമസികളിൽ 65% തൊഴിലുകൾ സ്വദേശികൾക്ക് മാത്രമായി നീക്കിവെക്കണം. മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെതാണ് തീരുമാനം. 6 മാസം മുമ്പ് മാനവവിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം പ്രഖ്യാപിച്ച ഫാർമസി മേഖലയിലെ സ്വദേശിവൽക്കരണത്തിന് നാളെ മുതൽ തുടക്കമാകും. പദ്ധതി നടപ്പിലാക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച 6 മാസത്തെ കാലാവധി ഇന്ന് അവസാനിക്കും. ജനറൽ ഫാർമസികളിലും സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കോംപ്ലക്സുകളിലും 35%, ആശുപത്രി ഫാർമസികളിൽ 65%, ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറികൾ, മരുന്ന് മൊത്തവിതരണ കമ്പനികൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയിൽ 55% തൊഴിലുകളിൽ സ്വദേശികളെ നിയമിച്ചിരിക്കണം. അല്ലാത്ത സ്ഥാപനങ്ങൾ പിഴയുൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരും. ജനറൽ ഫാർമസിസ്റ്റ്, ക്ലിനിക്കൽ ഫാർമസിസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫാർമസിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻ എന്നിവ ഉൾപ്പെടെ 22 അംഗീകൃത തൊഴിലുകളാണ് സ്വദേശിവൽക്കരണ പരിധിയിൽ വരിക. മൈ പ്രിസ്ക്രിപ്ഷൻ പ്രോഗ്രാമിലൂടെ സർക്കാർ ആരോഗ്യ മേഖലകളിലെ മരുന്ന് വിതരണം സ്വകാര്യ ഫാർമസികൾക്ക് കൈമാറാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. ഈ തീരുമാനം നിരവധി സൗദി ബിരുദധാരികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. സ്വദേശി ഫാർമസിസ്റ്റിന്റെ ഏറ്റവും കുറഞ്ഞ വേതനം 7000 റിയാലായി നിശ്ചയിച്ചിട്ടുണ്ട്. സ്വദേശിവൽക്കരണ അനുപാതം കണക്കാക്കുന്നതിന് ഇത് അടിസ്ഥാനമാക്കും. സൗദി ഫാർമസിസ്റ്റുകളെ നിയമിക്കുന്നതിനും യോഗ്യരായ തൊഴിലാളികളെ കണ്ടെത്തി പരിശീലനം നൽകുന്നതിനും സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. വരുമാനവും യാത്രക്കാരും വർദ്ധിച്ച് കുവൈത്ത് എയർവേസ് രണ്ടാം പാദത്തിൽ $324 മില്യൺ വരുമാനം നേടി. ആദ്യ പാദത്തെ അപേക്ഷിച്ച് 6% വർധനവാണ്
നേടിയതെന്ന് കമ്പനി അറിയിച്ചു. പ്രവർത്തന വരുമാനം $285 മില്യൺ 14% വർദ്ധിച്ചപ്പോൾ ചെലവിൽ 20% കുറവുമുണ്ടായി. 2025 രണ്ടാം പാദത്തിൽ പുറപ്പെടൽ വിമാനങ്ങളുടെ എണ്ണം 9% വർദ്ധിച്ച് 7063 മൊത്തം യാത്രക്കാരുടെ എണ്ണം 1 ദശലക്ഷം കടന്നുവെന്ന് കുവൈത്ത് എയർവേസ് അറിയിച്ചു. മക്ക അടക്കമുള്ള സൗദിയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്കും പൊടിക്കാറ്റിനും സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് മുന്നറിയിപ്പ്. മക്ക, അൽബഹ, അസീർ, നജറാൻ, ജിസാൻ തുടങ്ങിയ പ്രദേശങ്ങളിലായിരിക്കും കാലാവസ്ഥാ മാറ്റം. വാഹനം ഓടിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. പർവ്വത പ്രദേശങ്ങളിലായിരിക്കും മഴ കനക്കുക. ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറിന്റെ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. നേരിട്ടുള്ള റൂട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനയാണുള്ളത്. 2024 ജൂണിൽ 75,000 ആയിരുന്നത് 2025 ജൂണിലായപ്പോൾ 2 ലക്ഷമായി ഉയർന്നു. നേരിട്ടുള്ള റൂട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണത്തിൽ 3 ഇരട്ടി വർധനവുമായാണ് ഒമാൻ എയറിന്റെ മുന്നേറ്റം. 2024 ജൂണിൽ 75,000 ആയിരുന്നത് 2025 ജൂണിലായപ്പോൾ 2 ലക്ഷമായി ഉയർന്നു. മൊത്തം യാത്രക്കാരിൽ 58% പേരും ഒമാനിൽ നിന്ന് നേരിട്ടെത്തുന്ന ഇൻബൗണ്ട് യാത്രക്കാരായിരുന്നു. ഇത് യാത്രാ ലക്ഷ്യസ്ഥാനം എന്ന നിലയിലുള്ള രാജ്യത്തിന്റെ വളർച്ചയാണ് എടുത്തു കാണിക്കുന്നത്. റൂട്ട് ഒപ്റ്റിമൈസേഷനിലും മാർക്കറ്റിംഗ് ലക്ഷ്യങ്ങളിലുമുള്ള എയർലൈൻ്റെ ശ്രദ്ധയാണ് ഈ നാഴികക്കല്ല് മറികടക്കാൻ സഹായിച്ചതെന്ന് ഒമാൻ എയറിന്റെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ മൈക്ക് റെട്ടർ പറഞ്ഞു. ഫ്ലീറ്റ് നവീകരണത്തിലും റൂട്ട് വികസനത്തിലും ഒമാൻ എയർ നിക്ഷേപം നടത്തി വരികയാണ്. ആംസ്റ്റർഡാമിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുക, യൂറോപ്യൻ വിപണിയിലേക്ക് പുതിയ പ്രവേശനം തുറക്കുക, ഒക്ടോബർ മുതൽ ലണ്ടനിലേക്ക് ദിവസേന 2 തവണ വിമാന സർവീസുകൾ പുനരാരംഭിക്കുക എന്നിവയാണ് സമീപകാല നടപടികൾ. മീഡിയ 1, മസ്കത്ത്. സൗദിയിൽ അസീർ പ്രവിശ്യയിൽ കാട്ടുതീ പടരുന്നു. പ്രവിശ്യയിലെ അൽ നമാസിൽ ഇന്നലെ മുതലാണ് തീ പടർന്നു തുടങ്ങിയത്. ഷആഫ്, ആലു സൈദാൻ പർവ്വതങ്ങളിലും വനങ്ങളിലുമായാണ് തീ പടരുന്നത്. സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ശ്രമം. (2024-25) അധ്യയന വർഷത്തിൽ ഖത്തർ മതകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സക്കാത്ത് ഡിപ്പാർട്ട്മെന്റ് നൽകിയത് 5.49 കോടി ഖത്തർ റിയാലിന്റെ വിദ്യാഭ്യാസ സഹായം. സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 1800-ലേറെ പേർ സഹായത്തിന് അർഹരായി. റിഹാബിലിറ്റേഷൻ സെന്റർ, ഭിന്നശേഷിക്കാർ എന്നിവരും വിദ്യാഭ്യാസ സഹായം നൽകിയതായി സക്കാത്ത് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ചാമ്പ്യൻസ് ട്രോഫിക്ക് പിന്നാലെ ഈ വർഷം ഏഷ്യ കപ്പ് ക്രിക്കറ്റിനെ കൂടി വരവേൽക്കുകയാണ് UAE. സെപ്റ്റംബർ 9 മുതൽ 29 വരെയാണ് മത്സരങ്ങൾ. ഗൾഫിൽ നിന്ന് UAEയും ഒമാനും ഇക്കുറി ക്രീസിലിറങ്ങും. ആദ്യമായാണ് ഒമാൻ ഏഷ്യ കപ്പ് മത്സരത്തിന് യോഗ്യത നേടുന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കേണ്ട മത്സരങ്ങളാണ് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും UAEയിലേക്ക് ചേക്കേറുന്നത്. ഇതിനു മുമ്പ് 3 തവണ ഏഷ്യ കപ്പ് മത്സരങ്ങൾക്ക് UAE വേദിയായിട്ടുണ്ട്. വൻകരയിലെ ക്രിക്കറ്റ് ശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ പാക് മത്സരത്തിനാണ് ഏറ്റവും കൂടുതൽ പേർ കാത്തിരിക്കുക. സെപ്റ്റംബർ 14-നാകും ഇന്ത്യ പാക് മത്സരം. ഗൾഫിൽ നിന്ന് UAEയും ഒമാനും ഇത്തവണ ഏഷ്യ കപ്പിലുണ്ടാകും. UAE നേരത്തെ 3 തവണ ഏഷ്യ കപ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും ഒമാൻ ആദ്യമായാണ് യോഗ്യത നേടുന്നത്. 1984-ൽ ഷാർജ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ആദ്യമായി ഏഷ്യ കപ്പ് മത്സരം നടക്കുന്നത്. അന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ 3 ടീമുകൾ മാത്രമായിരുന്നു കളത്തിൽ. ആദ്യമായി 8 ടീമുകൾ മാറ്റൊരുക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണ ഏഷ്യ കപ്പിനുണ്ട്. ഇന്ത്യ, പാകിസ്ഥാൻ, UAE, ഒമാൻ എന്നിവ ഗ്രൂപ്പ് എയിലും ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് എന്നിവ ബി ഗ്രൂപ്പിലും മത്സരിക്കും. മീഡിയ 1, ദുബായ്. കാൽപന്തിന്റെ കൗമാര മഹാമേളയ്ക്ക് അരങ്ങുണരാൻ ഇനി 100 നാൾ. നവംബർ 3 മുതലാണ് അണ്ടർ 17 ലോകകപ്പിന് തുടക്കമാവുക. മേളയെ ഉത്സവാന്തരീക്ഷത്തിൽ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് ഖത്തർ. ആവേശത്തിന്റെ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. 100 നാൾ കൂടി പിന്നിടുന്നതോടെ കൗമാര ലോകകപ്പിന് കിക്ക് ഓഫ്. നവംബർ 3 മുതൽ 27 വരെയാണ് ഫുട്ബോളിലെ യുവരക്തങ്ങൾ ഖത്തറിൽ കൊമ്പുകൂർക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകളാണ് ഇത്തവണത്തെ അണ്ടർ 17 വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നത്. ഫൈനൽ ഒഴികെയുള്ള എല്ലാ മത്സരങ്ങളും ആസ്പയർ സോണിലാണ് നടക്കുക. കലാശപ്പോരിന് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയം വേദിയാകും. 2029 വരെ തുടർച്ചയായി ഖത്തർ തന്നെയാണ് കൗമാര ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. 8 പിച്ചുകളിലായി ആകെ 104 മത്സരങ്ങളാണ് നടക്കുക. ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഒരു ദിവസം 8 മത്സരങ്ങൾ വീതമുണ്ടാകും. ഇറ്റലി, ദക്ഷിണാഫ്രിക്ക, ബൊളീവിയ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എയിലാണ് ആതിഥേയരായ ഖത്തർ ഇടം പിടിച്ചിരിക്കുന്നത്.
നവംബർ 3 ഇറ്റലിക്കെതിരെയാണ് ഖത്തറിന്റെ ആദ്യ മത്സരം. ആസ്പെറ സോണിൽ സജ്ജീകരിക്കുന്ന ഫാൻ സോണിൽ നിരവധി സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. ലോകകപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് ശേഷമാണ് പന്തുകളിയുടെ കൗമാരമേളയും ഖത്തറിലെത്തുന്നത്. മീഡിയ 1 ദോഹ. കുവൈത്തിൽ ഡെലിവറി ജോലിയിലായിരുന്ന മലയാളി യുവാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. കോഴിക്കോട് ബാലുശ്ശേരി പനായി തിണ്ടിയോട്ട് വീട്ടിൽ സനൽകുമാർ ആണ് മരിച്ചത്. അദാൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ OICC കെയർ ടീമിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ബഹ്റൈനിൽ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗുദൈബിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗുദൈബിയ ഏരിയ പ്രസിഡന്റ് തോമസ് BK അധ്യക്ഷത വഹിച്ചു. ബഹ്റൈൻ കേരള സമാജം സെക്രട്ടറി വർഗീസ് കാരക്കൽ ഉദ്ഘാടനം ചെയ്തു. 160-ലധികം പേർ പങ്കെടുത്തു. അജേഷ് PP, മുഹമ്മദ് ഷാനാസ് എന്നിവർ സംസാരിച്ചു. അസീറിൽ മയക്കുമരുന്നുമായി 2 പേർ പിടിയിൽ. 26 കിലോഗ്രാം ഹഷീഷാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ മയക്കുമരുന്ന് വിരുദ്ധ സമിതി പുറത്തുവിട്ടു. അസീർ വഴി സൗദിയിലേക്ക് ലഹരി കടത്താനായിരുന്നു ശ്രമം. പിക്കപ്പ് വാഹനത്തിലാണ് ഹഷീഷ് കടത്തിയത്. മണിക്കൂറുകൾ പിന്തുടർന്ന് രഹസ്യമായി കെണിയൊരുക്കി. മയക്കുമരുന്ന് വിരുദ്ധ സമിതിയുടെ സഹായത്തോടെ രഹസ്യ പോലീസാണ് ഇവരെ പിടികൂടിയത്. വാഹനത്തിന്റെ ബോഡിക്കുള്ളിൽ രഹസ്യമായി ഒളിപ്പിച്ചാണ് കടത്ത്. പങ്കാളികളായ 2 സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത മയക്കുമരുന്ന് നാർക്കോട്ടിക് കൺട്രോളിന് കൈമാറി. ചെറുതും വലുതുമായ എല്ലാത്തരം ലഹരി കടത്തും ഉപയോഗവും ശക്തമായ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 1400-ലേറെ കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സൗദി കസ്റ്റംസ് അതോറിറ്റി. ലഹരി വസ്തുക്കൾ, നിരോധിത ഉൽപ്പന്നങ്ങൾ, പണം, ആയുധങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. സക്കാത്ത്, നികുതി, കസ്റ്റംസ് അതോറിറ്റിയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ കസ്റ്റംസ് തുറമുഖങ്ങൾ വഴിയുള്ള 1464 ലഹരിക്കടത്ത്, കള്ളക്കടത്ത് ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത്. പിടിച്ചെടുത്തവയിൽ മാരക ലഹരി ഗുളികകൾ അടങ്ങിയ 119 തരം മയക്കുമരുന്നുകളും 664 നിരോധിത വസ്തുക്കളും ഉൾപ്പെടുന്നു. ഒപ്പം 2531 പുകയില ഇനങ്ങൾ, 86 തരം കറൻസികൾ, 12 ആയുധങ്ങൾ എന്നിവ പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും. രാജ്യത്തിന്റെ ഇറക്കുമതിയിലും കയറ്റുമതിയിലും കസ്റ്റംസ് നിയന്ത്രണം ശക്തിപ്പെടുത്തിയതായി അതോറിറ്റി വ്യക്തമാക്കി. സമൂഹത്തിന്റെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുമായി സഹകരിച്ച് പരിശോധനകളും നിരീക്ഷണങ്ങളും തുടരും. പൊതുസമൂഹം ഇത്തരം സാമൂഹ്യ കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അതോറിറ്റിക്ക് കൈമാറണമെന്നും ബന്ധപ്പെട്ടവർ ഓർമ്മിപ്പിച്ചു. അതോറിറ്റിയുടെ ഹോട്ട്ലൈൻ നമ്പർ വഴിയോ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഇവ സാധ്യമാണെന്നും അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. ലഹരി വിൽപ്പന കേസിൽ ദുബായ് ക്രിമിനൽ കോടതി 2 പേർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. അറബ് പൗരന്മാരായ 2 പേരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത്. ലഹരി വിൽപ്പനക്കാരെ ആവശ്യക്കാരെന്ന വ്യാജേന സമീപിച്ചാണ് ദുബായ് പോലീസ് ഇവരെ പിടികൂടിയത്. വൻ ലഹരി ശേഖരം ഇവരിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. അമേരിക്കയിലെ ഒമാൻ അംബാസഡറായി നിയമിതനായ തലാൽ ബിൻ സുലൈമാൻ അൽ റഹ്ബി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അംഗീകാര പത്രങ്ങൾ കൈമാറി. കൂടിക്കാഴ്ചയിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ആശംസകളും അറിയിച്ചു. 2 സൗഹൃദ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള പിന്തുണ ട്രംപ് വാഗ്ദാനം ചെയ്തു. കുവൈറ്റ് KMCC ധർമ്മട മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തക സംഗമം ഫഹാഹിയിൽ മെട്രോ ഹാളിൽ നടന്നു. മണ്ഡലം പ്രസിഡന്റ് മിർഷാദ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനം KMCC സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഫാറൂഖ് ഹമദാനി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഭാരവാഹികളായ നാസർ തളിപ്പറമ്പ്, ഷമീദ് മമ്മാക്കുന്ന്, സുഹൈൽ അബൂബക്കർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഫഹാഹിൽ യൂണിറ്റ് സെന്ററിൽ പ്രവാസി വെൽഫെയർ ഏരിയ സമ്മേളനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിവിധ വിഷയങ്ങളിൽ ഖലീലുർ റഹ്മാൻ, അനിയൻ കുഞ്ഞ് പാപ്പച്ചൻ എന്നിവർ ക്ലാസ് എടുത്തു. മാസ്റ്റർ ജീവ ജുഗുവിന്റെ ഗാനവിരുന്നും സർഗവേദിയുടെ ആക്ഷേപഹാസ്യ ദൃശ്യാവിഷ്കാരവും നടന്നു. പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് വിതരണം നടത്തി. MK അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു.
ദമാം പ്രവാസി വെൽഫെയർ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കണ്ണൂർ ജില്ലാ വെൽഫെയർ സേവന കേന്ദ്രത്തിന് ഉപകരണങ്ങൾ കൈമാറി. പ്രവാസി വെൽഫെയർ സൗദി കിഴക്കൻ പ്രവിശ്യ ജനറൽ സെക്രട്ടറി ഷക്കീർ ബിലവിനാഗത്ത്, ജില്ലാ കമ്മിറ്റി വെൽഫെയർ വിഭാഗം കൺവീനർ സജ്ജറാസ് എന്നിവർ നേതൃത്വം നൽകി. വെൽഫെയർ പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സാദിഖ് ഉള്ളിയിൽ ഏറ്റുവാങ്ങി. സലീം കണ്ണൂർ, തൻസീം, ഷമീം പാപ്പനശ്ശേരി, ലിയാഖത്ത് അലി, സജ്ജന ഷക്കീർ എന്നിവർ പങ്കെടുത്തു. മാതാ അമൃതാനന്ദമയി സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ കർക്കിടക വാവ് ബലി തർപ്പണ ചടങ്ങുകൾ നടത്തി. ചടങ്ങുകളിൽ 300ഓളം പേർ പങ്കെടുത്തു. കർമ്മങ്ങൾക്ക് മൂത്തേടത്ത് കേശവൻ നമ്പൂതിരി നേതൃത്വം നൽകി. കോർഡിനേറ്റർ സുധീർ തിരുനിലത്തിന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ, കൃഷ്ണകുമാർ, ഡോക്ടർ മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഖരീഫ് സീസണിൽ ടൂറിസ്റ്റുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കച്ചവട രീതികൾ വേണ്ടെന്ന് ഒമാൻ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഇത്തരം വാണിജ്യ രീതികൾ തടയുന്നതിനായി ദോഫാർ ഗവർണറേറ്റിലെ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ക്യാമ്പയിൻ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഗവർണറേറ്റിലെ സ്ഥാപനങ്ങളിൽ അതോറിറ്റിയുടെ പരിശോധനയും നടക്കുന്നുണ്ട്. ഉപഭോക്താക്കളുമായി നേരിട്ടുള്ള ഇടപെടൽ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ക്യാമ്പയിൻ. സന്ദർശകർക്കും പൗരന്മാർക്കും പ്രധാന ആകർഷണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഇത്തീൻ സ്ക്വയറിൽ പരാതികളും റിപ്പോർട്ടുകളും സ്വീകരിക്കുന്നതിനായി അതോറിറ്റി ഒരു താൽക്കാലിക ഫീൽഡ് ഓഫീസും ആരംഭിച്ചു. ഒമാൻ അകത്തു നിന്നും പുറത്തുനിന്നും സഞ്ചാരികൾ കൂട്ടമായി ദോഫാറിലേക്ക് ഒഴുകുന്ന സമയമാണ് ഖരീഫ് സീസൺ. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഖരീഫ് കാലാവസ്ഥ ആസ്വദിക്കാനായി നിരവധി പേരാണ് സലാലയിലെത്തുക. ഈ സമയത്ത് ഇവിടുത്തെ വാണിജ്യ വിപണി മേഖലയുടെയും ഉണർവിന്റെ സമയമാണ്. സീസണിൽ സന്ദർശകരെയോ താമസക്കാരെയോ ലക്ഷ്യം വെച്ചേക്കാവുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന വാണിജ്യ രീതികൾ തടയുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. വിപണികളിലും വാണിജ്യ ഔട്ട്ലെറ്റുകളിലും ഉടനീളമുള്ള തീവ്രമായ ഫീൽഡ് പരിശോധനകളും നിങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഉപഭോക്താക്കളുമായി നേരിട്ടുള്ള ഇടപെടൽ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് ക്യാമ്പയിൻ. സന്ദർശകർക്കും പൗരന്മാർക്കും പ്രധാന ആകർഷണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഇത്തീൻ സ്ക്വയറിൽ പരാതികളും റിപ്പോർട്ടുകളും സ്വീകരിക്കുന്നതിനായി അതോറിറ്റി ഒരു താൽക്കാലിക ഫീൽഡ് ഓഫീസും ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് അവസാനം വരെ വൈകുന്നേരം 3 മുതൽ രാത്രി 9 വരെ ഓഫീസ് പ്രവർത്തിക്കും. ഗവൺമെന്റിലെ പരിശോധനാ സംഘങ്ങൾ, ടൂറിസ്റ്റ് സൈറ്റുകൾ, മാർക്കറ്റുകൾ, വാണിജ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി 11 ഫീൽഡ് ഗ്രൂപ്പുകൾ വഴി ഉപഭോക്തൃ സംരക്ഷണത്തിന് സംഭാവന നൽകുന്നുണ്ട്. മീഡിയ 1, മസ്കത്ത്. കുവൈത്ത് KMCC കയ്പമംഗലം നാട്ടിക മണ്ഡലങ്ങളുടെ സംയുക്ത സമ്മേളനം സംഘടിപ്പിച്ചു. ദജീജ് മെട്രോ മെഡിക്കൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഹംസക്കുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അസീസ് തിക്കോടി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജില്ലാ നേതാക്കൾ ആശംസകൾ നേർന്നു. അനസ് PU, ബദറുദ്ദീൻ മുറ്റിച്ചൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അസുഖബാധിതനായി ചികിത്സയിലിരുന്ന മലയാളി യുവാവ് ജിദ്ദയിൽ മരിച്ചു. മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശി ഫൈസലാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. ജിദ്ദ ഫൈസലിയയിൽ താമസിച്ചിരുന്ന ഇദ്ദേഹത്തെ അസുഖത്തെ തുടർന്ന് കിങ് ഫഹദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. നടപടികൾ പൂർത്തിയാക്കി ജിദ്ദയിൽ കബറടക്കും. കുവൈത്തിൽ മലയാളി വനിത ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ആരോഗ്യവകുപ്പിലെ ലാബ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന ആലപ്പുഴ ചെങ്ങന്നൂർ മുളക്കുഴ സ്വദേശി സ്നേഹ സൂസൻ ബിനുവാണ് ഫർവാനി ആശുപത്രിയിൽ മരിച്ചത്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ OICC കെയർ ടീമിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു. ദുബായിലെ ഇടത് സാംസ്കാരിക കൂട്ടായ്മയായ ഓർമ്മ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു. 100 കണക്കിന് പേരാണ് യോഗത്തിൽ ഒത്തുചേർന്നത്. ജനറൽ സെക്രട്ടറി പ്രദീപ് തോപ്പിൽ അനുശോചനക്കുറിപ്പ് അവതരിപ്പിച്ചു. പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗം NK കുഞ്ഞഹമ്മദ്, വിവിധ സംഘടനാ ഭാരവാഹികളായ സുഭാഷ് ദാസ്, അബ്ദുൽ സമദ് സഖാഫി, പുന്നക്കൽ മുഹമ്മദ് അലി തുടങ്ങി നിരവധി പേർ VSന്റെ ഓർമ്മകൾ പങ്കുവച്ചു. സഖാവ് VS അച്യുതാനന്ദന് അന്തിമ മൊഴിയർപ്പിച്ച് കലാ കുവൈത്ത് അനുശോചന യോഗം സംഘടിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി CPM നേതാവ്, പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ നേതാവിന്റെ വിയോഗം തീരാ നഷ്ടമാണെന്ന് യോഗത്തിൽ പങ്കെടുത്തവർ അനുശോചിച്ചു. അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന യോഗത്തിൽ കലാ കുവൈത്ത് പ്രസിഡന്റ് മാത്യു ജോസഫ് അധ്യക്ഷനായി. സുഗതൻ കട്ടാക്കട അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചു. കുവൈത്തിലെ വിവിധ സംഘടനാ പ്രതിനിധികളും കലയുടെ നേതാക്കളും അനുശോചനമർപ്പിച്ച് സംസാരിച്ചു. 7 ആർട്സ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ബഹ്റൈനിൽ VS അനുസ്മരണ സംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജേക്കബ് തേക്കുതോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ചെയർമാൻ മനോജ് മയ്യന്നൂർ, ഇന്ത്യൻ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ബിജു ജോർജ്, സേവി മാത്തുണി, അനിൽ UK, EV രാജീവൻ എന്നിവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ച ഒമാനിലെ ബാത്തിന സൗഹൃദ വേദിയും സ്വഹാറിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ
വിവിധ സംഘാടന പ്രതിനിധികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ സംബന്ധിച്ചു. KV രാജേഷ് സ്വാഗതം പറഞ്ഞു. തമ്പാൻ തളിപ്പറമ്പ് അധ്യക്ഷത വഹിച്ചു. മലയാളം മിഷൻ ബഹ്റൈൻ ചാപ്റ്ററും ബഹ്റൈൻ കേരളീയ സമാജം മലയാള പാഠശാലയും സംയുക്തമായി വേരറിവ് നേരറിവ് എന്ന പേരിൽ അധ്യാപക പരിശീലന കളരി സംഘടിപ്പിച്ചു. മലയാളം മിഷൻ റിസോഴ്സ് പേഴ്സൺ ഉദയൻ കുണ്ടംകുഴിയാണ് ക്യാമ്പ് നയിച്ചത്. പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് കാരക്കൽ, വിനയചന്ദ്രൻ R നായർ, രഞ്ജിത അനി എന്നിവർ സംസാരിച്ചു. ഗസയിൽ ദുരിതബാധിതരെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന സയനിസ്റ്റ് അതിക്രമത്തിനെതിരെ ബഹ്റൈനിൽ വേറിട്ട പ്രതിഷേധം. ഭക്ഷണം പാകം ചെയ്യുന്ന പാത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചും വായ മൂടിക്കെട്ടിയുമായിരുന്നു പ്രതിഷേധം. വിശപ്പിനെ ആയുധമാക്കുന്ന ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കു നേരെ മൂർച്ചയുള്ള പ്രതികരണവുമായി ബഹ്റൈനിലെ അദലിയയിൽ ഒരു സംഘം മനുഷ്യർ ഒത്തുകൂടി. അവർ സംസാരിച്ചില്ല, ഭക്ഷണപാത്രങ്ങൾ കൊണ്ട് ശബ്ദമുണ്ടാക്കി. വനിതകളടക്കമുള്ളവർ വായ മൂടിക്കെട്ടി. പ്രതിഷേധിക്കുന്നതിനിടയിൽ അവരിൽ പലരും വിതുമ്പി തേങ്ങിക്കരഞ്ഞു. കത്തിക്കാളുന്ന വിശപ്പിൽ അസഹനീയമായ ദൈന്യതയിൽ പിടഞ്ഞുപൊരിയുന്ന ബാല്യങ്ങളെ ഓർത്തായിരുന്നു ഈ വേറിട്ട പ്രതിഷേധം. ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ അദലിയയിലെ ആസ്ഥാനത്തിന് മുന്നിൽ പാത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കാനായി നിരവധി പേരാണ് എത്തിയത്. നോക്കുകുത്തിയായി മാറിയ ആഗോള സംവിധാനങ്ങളുടെ മൗനത്തിനും ലോകത്തിന്റെ നിസ്സംഗതക്കുമിടയിൽ സയനിസ്റ്റ് ശക്തികൾ ബീഭത്സമായ ഹിംസ തുടരുമ്പോൾ ബഹ്റൈൻ ഫലസ്തീൻ സൊസൈറ്റിയുടെ ബാനറിലായിരുന്നു ഈ ഒത്തുകൂടൽ. ഫലസ്തീൻ ജനതയെ പട്ടിണിക്കിട്ടു കൊല്ലുമ്പോൾ ഇടപെടാതെ നോക്കി നിൽക്കുന്നതിനെതിരെ കൂടിയായിരുന്നു വനിതകളടക്കമുള്ളവരുടെ പ്രതീകാത്മക രോഷം. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഇതോടെ ഇന്നത്തെ മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാവുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.